കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ നോയമ്പ് കാലത്ത് നമ്മൾ ഏറ്റവും അധികം കർത്താവായ യേശു മിശിഹായുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതം ചേർക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കർത്താവായ യേശു മിശിഹ കൂടെ ഉണ്ടായിട്ടും, കർത്താവായ യേശു മിശിഹ നമ്മുടെ ഇടയിലുണ്ടായിട്ടും, കർത്താവായ യേശു മിശിഹ നിരന്തരമായി നമുക്ക് അനുഗ്രഹം നൽകിയിട്ടും ഒരു പക്ഷേ ചില സ്ഥലത്തൊന്നും നമ്മൾ കർത്താവായ യേശു മിശിഹയെ, നമ്മളുടെ കർത്താവായ യേശു മിശിഹാൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാതെ പോകുന്നുണ്ടല്ലോ. കർത്താവ് കൂടെ ഉണ്ടായിട്ടും നമുക്ക് ഭയമുണ്ട്. കർത്താവ് കൂടെ ഉണ്ടായിട്ടും നമ്മൾ ലൗകികമായ ചിന്തകളെയും ലോകത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളോടത്ത് നമ്മൾ അകലരുതാകുന്നുണ്ട്. നമ്മൾ ഒരിക്കലും ചിന്തിക്കേണ്ട ആവശ്യമില്ല. വിശ്വസ്തൻ എന്നും നമ്മളോട് ആ വിളിയോട് എന്നും വിശ്വസ്തത പുലർത്തും. ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിളിയോട് ദൈവം തന്നെ വിശ്വസ്തത പുലർത്തും എന്ന് നമ്മൾ വിശ്വാസപൂർവ്വം നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ഈ നോയമ്പിൻ്റെ ദിവസം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെ തിരുവചനം കാണാം. നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു സുവിശേഷ ഭാഗത്തിൽ ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ ഒരു കാര്യമാണ് കർത്താവായ യേശു മിശിഹ കടലിൻ്റെ മീതെ നടന്നുകൊണ്ട് കടലിനെ ശാന്തമാക്കിക്കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കടലിനെ ശാന്തമാക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ കാണുന്നത്. ഒരു സമയത്ത് കർത്താവ് കടലിൽ നടന്നു വന്ന് നമ്മളെ ആശ്വസിപ്പിക്കുന്നു. മറ്റു സ്ഥലത്ത് കർത്താവ് കടലിനെ ശാന്തമാക്കിക്കൊണ്ട് നമുക്ക് ധൈര്യം നൽകുന്നു. ഇവിടെ ആദ്യമേ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവായ യേശു മിശിഹയുടെ പോലും യാത്രയൊക്കെ നമ്മളെ ക്ഷണിക്കുകയാണ്. നമുക്ക് ജനങ്ങളെ പറഞ്ഞു വിട്ടത് ശേഷം കർത്താവായ യേശു മിശിഹ ഒരു യാത്രയ്ക്ക് പോകുന്നു. അപ്പോൾ കർത്താവിനോടൊപ്പമുള്ളൊരു യാത്രയാണ്. ഇപ്പോൾ കർത്താവ് ഉറങ്ങുകയായിരുന്നു. ഉറക്കത്തിലായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ വിശ്വാസവും ദൈവത്തിൻ്റെ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ അനുഗ്രഹവും നമ്മുടെ മേലിലുണ്ട്. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ എത്രത്തോളം വിശ്വാസത്തിൽ ജീവിക്കും, കർത്താവിൻ്റെ എത്രത്തോളം അനുഗ്രഹത്തിൽ ജീവിക്കും, കർത്താവിൻ്റെ സ്നേഹത്തിൽ ജീവിക്കും, അതാണ് നമ്മൾ ഏറ്റവും അധികം ശക്തിപ്പെടുത്തുന്നത്. നമുക്ക് മനസ്സിലാകാൻ സാധിക്കും, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അവർക്ക് അക്കരയ്ക്ക് കൊണ്ടുപോയി. കൂടെ വേറെ വള്ളക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റ് ആയി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ച് കയറി. കണ്ടോ, നമ്മുടെ ജീവിതത്തിലും ഒരു പ്രാവശ്യം തിരമാലകൾ നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക്, നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് ഈ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്ന സമയം ഒരു പക്ഷേ കടന്നു വരും. പക്ഷേ യേശു അമരത്ത് തല അനയിച്ച് ഉറങ്ങുകയായിരുന്നു. കണ്ടോ, അപ്പോൾ ദൈവം ചില സമയത്ത് നിൽക്കും. ദൈവം ഒരു പക്ഷേ ശാന്തമായിരിക്കും. പക്ഷെ ആ ശാന്തതയുടെ അവസ്ഥയിലും ദൈവം കൃപ പ്രാപിക്കുന്നുണ്ട്. ആർക്ക് വേണ്ടി? ദൈവം നമ്മളെ ശക്തി തരാൻ വേണ്ടി, ദൈവം നമ്മളിലേക്ക് കൃപ ഇറക്കി തരാൻ വേണ്ടി ദൈവം നമ്മളുടെ ഒപ്പം നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കും, അവർ പേടിച്ചുപോയി. ശിഷ്യന്മാർ പേടിച്ചുപോയി. അപ്പം ഏറ്റവും വലിയ കൽപ്പനയാണ്, കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് നമ്മുടെ ഇടയിൽ വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തകർച്ചകളുടെ ആവശ്യമില്ല. ദൈവം നടത്തും, ദൈവം നയിക്കും എന്നൊരു വിശ്വാസം നമുക്കുണ്ടാവണം. പക്ഷേ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടുന്ന എന്തിന്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? കണ്ടോ, ഈ നോയമ്പിൻ്റെ സമയത്ത് കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമുള്ളൂ, നിനക്ക് വിശുദ്ധിയോടെ ജീവിക്കണം, നിനക്കതിന് കഴിയുന്നില്ലേ? നീ എന്തിനാ അങ്ങനെ വിചാരിക്കുന്നു? നിനക്ക് വിശ്വാസമില്ലേ? നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് എല്ലാം തരും എന്നൊരു വിശ്വാസം നിനക്കില്ലേ? നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സ്വീകരിക്കണം. നിൻ്റെ വിശ്വാസം നിന്നെ കാത്തു സംരക്ഷിക്കും. അവർ അത്യന്തികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ. ഇവൻ ആരാണ്? ഒരു വിഷയം, നമ്മുടെ ജീവിതത്തിലെ കർത്താവിൻ്റെ ഒരുപാട് കൃപകളും അനുഗ്രഹങ്ങളും കണ്ടിട്ടും നമ്മൾ ചോദിച്ചിട്ടുണ്ടല്ലോ, ഇതെങ്ങനെ സംഭവിച്ചു? പക്ഷെ നമ്മൾ ഒരിക്കലും ചെയ്ത ദൈവം തന്നെ അത്ഭുതമാണ് നമ്മൾ ചിന്തിക്കാതെ ഇതെങ്ങനെ സംഭവിച്ചു? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നല്ലതെന്തുണ്ടോ, ഈ നോയമ്പ് സ്ഥലത്ത് നമുക്ക് എന്തൊക്കെയുണ്ടോ അതെല്ലാം ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്. ദൈവത്തിലേക്ക് തിരിച്ചു വരാം. ദൈവവിശ്വാസത്തിൽ നമുക്ക് ശരണം വെച്ചുകൊണ്ട് ജീവിക്കാം. ഈ നോയമ്പിൽ നമ്മൾ ഒന്നിനും ഭയപ്പെടേണ്ട. വിശ്വാസമില്ല എന്ന് ദൈവം ചോദിച്ച് നമ്മളോട് തന്നെയാണ്. വിശ്വാസമുണ്ട് കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.